നമസ്കാരം. സംസ്ഥാനത്ത് ആത്മഹത്യാ വാർത്തകൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, മാനസിക സംഘർഷങ്ങൾ തുടങ്ങി പല കാരണങ്ങളാണ് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഓരോ ആത്മഹത്യാ സംഭവവും സമൂഹത്തെ ആകെ നടുക്കുകയും പിന്നിൽ വേദനയിലും കണ്ണീരിലും ആഴ്ന്നു പോകുന്ന കുടുംബങ്ങളെയും ഒക്കെയാണ് കാണാൻ കഴിയുക. അത്തരത്തിൽ പല റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യങ്ങൾ സ്വദേശി അഞ്ജലിയാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. നെയ്യാറ്റിൻകരയിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിലാണ് തൂങ്ങി മരിച്ചത്. ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മറ്റു 3 പേരും അഞ്ജലിക്കൊപ്പമായിരുന്നു താമസം. ശനിയാഴ്ച അഞ്ജലി അവധിയെടുക്കുകയും മറ്റുള്ളവർ ജോലിക്ക് പോവുകയും ചെയ്തിരുന്നു. ഏറെ സമയമായിട്ടും അഞ്ജലിയെ പുറത്ത് കാണാതായതോടെ തുടങ്ങിയ ഒരു തിരച്ചിലാണ് ഇത്തരത്തിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ അഞ്ജലിയെ കണ്ടെത്തിയത്. നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലെ 28-കാരിയായ നഴ്സ് അഞ്ജലിയെയാണ് വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ മരണത്തിൽ ദുരൂഹതയില്ലെന്നും എന്നാൽ തുടർന്നും അന്വേഷണം നടത്തുമെന്നുമാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇടുക്കി ഉടുമ്പന്നൂരിൽ വീടിനുള്ളിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യയെന്ന് പോലീസ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കൊലപാതകത്തിലുള്ള തെളിവുകൾ കണ്ടെത്താനായില്ല. പാറത്തോട് സ്വദേശികളായ ശിവഘോഷിനെയും മീനാക്ഷിയെയും കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം 2 മണിയോടെയാണ് ഇത്തരത്തിൽ ശിവഘോഷിനെ ഉടുമ്പന്നൂരിലെ വാടക വീട്ടിൽ തൂങ്ങി നിലയിൽ കണ്ടെത്തിയത്. ബന്ധുക്കൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അകത്തെ മുറിയിൽ മീനാക്ഷിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ മുറിവേറ്റ പാടുകൾ കണ്ടതോടെ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു പോലീസിന്റെ സംശയം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകത്തിന്റെ തെളിവുകൾ കണ്ടെത്താനായില്ല. ഇരുവരും ജീവനൊടുക്കുവാനുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല. വാഴക്കുളത്തെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളായ ഇരുവരും അടുപ്പത്തിലായിരുന്നു. പാറത്തോട് സ്വദേശിയായ മീനാക്ഷി കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഉടുമ്പന്നൂരുള്ള ശിവഘോഷിന്റെ വാടക വീട്ടിലേക്ക് എത്തിയത്. മുൻകൂട്ടിയുള്ള തീരുമാനപ്രകാരമാണോ ഇത്തരത്തിൽ ആത്മഹത്യയെന്ന് കണ്ടെത്തുവാൻ കരിമണ്ണൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ കോട്ടയം ചിങ്ങവനത്ത് പേപ്പർ മില്ലിലെ യന്ത്രത്തിൽ ഷോൾ കുരുങ്ങി തലയിടിച്ചു വീണ് ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. പനച്ചിക്കാട് നെല്ലിക്കൽ സ്വദേശിനി ബിനുവാണ് മരിച്ചത്. ചിങ്ങവനം ചന്തക്കവലയിലെ സെന്റ് മേരീസ് പേപ്പർ മില്ലിലായിരുന്നു അപകടം. ജോലിക്കിടെ ഷോൾ മെഷീനിലെ ബെൽറ്റിൽ കുടുങ്ങി ബിനു മറിഞ്ഞു വീഴുകയായിരുന്നു. തല ഇടിച്ചാണ് വീണത്. ജീവനക്കാർ ചേർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. ഇതിനിടെ മറ്റൊരു സംഭവം വരുന്നുണ്ട്. 6 ദിവസം മുറിയിൽ അടച്ചിട്ടു. കൃത്യമായ ഭക്ഷണവും വെള്ളവും തന്നില്ല. മരിച്ചു പോകുമെന്ന് പേടിച്ചു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തേക്ക് വിട്ടില്ല. ഇടിക്കപ്പാറ ഊർക്കംകാട്ടിൽ സ്വകാര്യ തോട്ടത്തിലെ ഹോം സ്റ്റേയിൽ തൊഴിലാളിയായിരുന്ന ആദിവാസി യുവാവിന്റെ വാക്കുകളാണിത്. തോട്ടത്തിൽ സൂക്ഷിച്ചിരുന്ന മദ്യമെടുത്ത് കുടിച്ചു എന്ന് ആരോപിച്ചാണ് വെള്ളയാനെ മുറിക്കകത്ത് അടച്ചിട്ടത്. ഹോം സ്റ്റേക്ക് പഞ്ചായത്തിൽ നിന്ന് അനുമതിയില്ല. ഹോം സ്റ്റേയിൽ ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നതായി നാട്ടുകാർ ചിലരൊക്കെ ആരോപിച്ചു. സംഭവത്തിൽ ഹോം സ്റ്റേ ഉടമകളിൽ ഒരാളായ രംഗനായകിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഊർക്കുംകാട്ടിൽ നിന്നായിരുന്നു ഈ ഒരു അറസ്റ്റ് ഉണ്ടായത്. മറ്റൊരു പ്രതിയും രംഗനായകയുടെ മകനുമായ പ്രഭു ഒളിവിലാണ്. പ്രതികൾക്കെതിരെ ST പീഡന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. രംഗനായികയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മുതലമട പുച്ചംകുണ്ട് ചെമ്പാങ്കുഴിയ സ്വദേശിയും ഊർക്കംകാട്ടിലെ തോട്ടത്തിലെ തൊഴിലാളിയുമായ വെള്ളയന്റെ പരാതിയിൽ കൊല്ലങ്കോട് പോലീസ് കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തു. വർഷങ്ങളായി ഈ തോട്ടത്തിലെ പണിക്കാരനായ വെള്ളയനെ ഏതാനും ദിവസങ്ങളായി കാണാതായതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെ നാട്ടുകാർ ഊർക്കംകാട്ടിലെ ഹോം സ്റ്റേയിലെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ അടച്ചിട്ട വാതിലിന്റെ ഒരു ഭാഗം തകർത്ത് വെള്ളയനെ പുറത്തെത്തിക്കുകയായിരുന്നു. തുടർന്ന് വെള്ളയം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചിറ്റൂർ DYSP VK കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് രംഗനായകിയെ ഊർക്കംകാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. വെള്ളയനെ മുറിയിൽ പൂട്ടിയിട്ട വിവരം പുറത്തറിയിച്ചത് മുതലമട സ്വദേശി തിരുനാക്കവരസാണ്. ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് ആദിവാസി നേതാക്കൾ പരാതി നൽകിയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മുതലമട ഈർക്കുംകാടിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും കണ്ടെത്തി. ഹോം സ്റ്റേ ഉടമയെ ഭയന്ന് ഒളിവിൽ പോയതാണെന്നാണ് ഇയാളുടെ മൊഴി. ചിറ്റൂർ കോടതിയിൽ ഹാജരാക്കി വിട്ടേറ്റു. ഹോം സ്റ്റേ ഉടമ തന്നെ അപായപ്പെടുത്തുമെന്ന് ആശങ്കപ്പെട്ട തിരുനാവക്കരസന്റെ വീഡിയോ ഉൾപ്പെടെ പരാതിക്കാർ കൊല്ലങ്കോട് പോലീസിൽ കൈമാറുകയായിരുന്നു. ഇതിനിടെ ഊന്നുംകല്ലിന് സമീപം ആൾ താമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ കൊലപ്പെടുത്തി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. പെരുമ്പാവൂർ വേങ്ങൂർ ദുർഗാദേവി ക്ഷേത്രത്തിന് സമീപം കുന്നത്തു താഴെ ബേബിയുടെ ഭാര്യ ശാന്തയാണ് കൊല്ലപ്പെട്ടത്. നേരിയമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി സ്വദേശി പാലക്കാട്ടേൽ രാജേഷാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളെ പിടികൂടാനായിട്ടില്ല. ഊന്നുകല്ലിൽ അടച്ചിട്ടിരിക്കുന്ന ഹോട്ടലിലെ പിന്നിലെ വീട്ടിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് മൃതദേഹം കണ്ടെത്തിയത്. പെരുമ്പാവൂർ സ്വദേശിയായ വൈദികന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഹോട്ടലും വീടും. വീടിന്റെ അടുക്കള ഭാഗത്തെ വർക്ക് ഏരിയയിലെ ടാങ്കിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്.
ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ മോഷണ ശ്രമം നടന്നിരുന്നതായി ഊന്നുകൽ സ്റ്റേഷനിൽ വൈദികൻ പരാതി നൽകിയിരുന്നു. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിന്റെ വർക്ക് ഏരിയയുടെ ഗ്രിൽ തകർത്ത നിലയിലായിരുന്നു. മാൻഹോളിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു ചെവി മുറിച്ച നിലയിലായിരുന്നു. ഇവർ ധരിച്ചിരുന്ന 12 പവനോളം സ്വർണവും നഷ്ടമായി. വർക്ക് ഏരിയയിൽ വെച്ച് കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം മാൻഹോളിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. ശാന്തയുടെ ബന്ധുക്കൾ സംഭവ സ്ഥലത്തെത്തിയെങ്കിലും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് ശനിയാഴ്ച മൃതദേഹം ശാന്തയുടേതെന്ന് തിരിച്ചറിഞ്ഞത്. ഓഗസ്റ്റ് 18 മുതൽ ശാന്തയെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കാണാതായ അന്നോ പിറ്റേന്നോ കൊലപാതകം നടന്നിട്ടുണ്ടാകുമെന്നാണ് അനുമാനം. വർക്ക് ഏരിയയിൽ മാലിന്യക്കുഴിയുടെ മാൻഹോളിൽ കാണാനാകാത്ത വിധത്തിലായിരുന്നു ഇത്തരത്തിൽ മൃതദേഹം ഒളിപ്പിച്ചിരുന്നത്. 5 അടിയിലേറെ താഴ്ചയുള്ള കുഴിയാണിത്. എയർ പൈപ്പ് വഴി ദുർഗന്ധം പുറത്തേക്ക് പരന്നതാണ് കൊലപാതകം പുറത്തറിയാൻ കാരണമായത്. മാൻഹോളിൽ മൃതദേഹം കണ്ടെന്ന വിവരം ലഭിച്ച് ഏറെ വൈകാതെ തന്നെ ശാന്തയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് സംശയിച്ചു. ഇതേ തുടർന്ന് ശാന്തയുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. ഫോൺ കോളുകളിലെ പരിശോധനയിലാണ് രാജേഷിനെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. കൊലപാതകം കാരണം കൊലപാതകം നടത്താനും മൃതദേഹം ഒളിപ്പിക്കുവാനും ഈ വീട് എങ്ങനെ തിരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രദേശവാസികളായ ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകാമെന്ന സംശയം പോലീസിനുണ്ട്. പ്രതിക്കായി പ്രത്യേക അന്വേഷണ സംഘം ഊർജിതമായി തെരച്ചിൽ നടത്തുന്നു. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെയും പെരുമ്പാവൂർ ASPയുടെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം നേര്യമംഗലം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ഇതിനിടെ ഭാര്യയെ ഗംഗാ നദിയിൽ കാണാതായതിനു പിന്നാലെ BSF ജവാൻ 1 വയസ്സുള്ള മകനുമായി നദിയിൽ ചാടി. ഉത്തർപ്രദേശിലെ ബിജ്നോയിലാണ് ദാരുണമായ സംഭവം. ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. BSF ജവാൻ 31-കാരനായ രാഹുൽ തന്റെ 1 വയസ്സുള്ള മകനുമായി ഗംഗാ നദിയിൽ ചാടുകയായിരുന്നു. 29-കാരിയായ ഭാര്യ മനീഷ് താക്കൂർ 4 ദിവസം മുൻപാണ് ഗംഗയിൽ വീണ് കാണാതായത്. മനീഷയ്ക്കായുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് രാഹുൽ മകനുമായി ഗംഗയിലേക്ക് ചാടിയത്. നജിബാബാദിലെ വേദ് വിഹാർ സ്വദേശിയായ രാഹുൽ 5 വർഷം മുൻപാണ് മനീഷ താക്കൂറിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത്. ഇരുവർക്കും ഇടയിൽ കുറച്ചു ദിവസങ്ങളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. ഓഗസ്റ്റ് 19-നാണ് മനീഷ ഗംഗയിൽ ചാടിയത്. 4 ദിവസമായി യുവതിക്ക് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. യുവാവ് കുട്ടിയുമായി നദിയിലേക്ക് ചാടുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്.